മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കുറേ ഇൻഡസ്ട്രിയൽ ന്യൂസുകളിലെ പ്രധാനപ്പെട്ട ചിലത് ധർമ്മ ന്യൂസിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നതാണ്. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് ചെറിയ ചെറിയ കമ്പനികൾക്കും എണ്ണ പര്യവേക്ഷണത്തിനും ഭൂമിക്കടിയിൽ നിന്ന് ഓയില് കുഴിച്ചെടുക്കാനുള്ള സംരംഭങ്ങളിലും പങ്കെടുക്കാനുള്ള സ്റ്റാർട്ടപ്പ് പരിപാടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആരംഭിച്ചു. അടുത്ത പോയിന്റ്, ചൈനയിൽ നിന്നുള്ള വെല്ലുവിളി നേടാനായിട്ട് ഇന്ത്യ ചൈന ബോർഡറിൽ ശരിക്കും 17 മൗണ്ടൻ സ്ട്രൈക്ക് കോർ 17 മൗണ്ടൻ സ്ട്രൈക്ക് കോർ എന്ന പുതിയ ആർമി വിങ് ആസാമിനെ കേന്ദ്രീകരിച്ച് ചൈനയിൽ നിന്നുള്ള വെല്ലുവിളി നേരിടാനായിട്ട് ഭാരത സർക്കാർ തുടങ്ങി. 17 തരത്തിലുള്ള യുദ്ധക്കപ്പലുകളുള്ള ഭാരതത്തിൽ 6 പുതിയ തരത്തിലുള്ള ഡിഫൻസ് ഷിപ്പ്, അതെല്ലാം മിസൈൽ ക്യാരി ചെയ്യാൻ കഴിവുള്ളതിനെ ഉണ്ടാക്കാൻ 13,600 കോടി രൂപ ഈ നേവൽ ഷിപ്പുകളുടെ അത്യുജ്വലമായ വികസനത്തിനും നിർമ്മാണത്തിനുമായിട്ട് ഗവൺമെന്റ് മാറ്റിവെച്ചു. അതുപോലെ ലോകത്തിൽ വളരെയധികം എഫക്റ്റീവ് എന്നറിയപ്പെടുന്ന ധനുഷ് ഇന്ത്യൻ ബോഫേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന തോക്കുകൾ ഉണ്ടാക്കാൻ കൽക്കട്ടയിലെ ഓർഡിനൻസ് ഫാക്ടറി വികസിപ്പിച്ചെടുത്ത ധനുഷ് എന്ന തോക്കുകൾ ഉണ്ടാക്കാൻ കോടിക്കണക്കിന് രൂപ അതിനായിട്ട് മാറ്റിവെച്ച് ഭാരതത്തിലെ ആർമിയെ നവീകരിക്കാൻ ധനുഷ് എന്ന തോക്ക് വളരെ ഗംഭീരമായിട്ട് ഉപയോഗിക്കാൻ തീരുമാനിച്ചു. ഇന്ത്യ നേപ്പാൾ അതിർത്തി 1700 കിലോമീറ്റർ അതിർത്തിയിൽ 8,000 പോസ്റ്റുകൾ പില്ലറുകൾ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ജനങ്ങൾ കള്ളക്കടത്തും തീവ്രവാദവും മറ്റ് കാര്യങ്ങളും ചെയ്യുന്നതിനെ തടയാനായിട്ട് നാവിഗേഷൻ സാറ്റലൈറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് ബോർഡർ സെക്യൂർ ആക്കാനുള്ള പരിപാടിയിൽ 8,000 പില്ലർ സ്ഥാപിക്കാൻ ഇന്ത്യയും നേപ്പാളും തമ്മിൽ തീരുമാനിച്ചു. അടുത്തത്, ഭാരതത്തിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും നല്ല കമേഴ്ഷ്യൽ ഹബ്ബുകളാക്കി മാറ്റാൻ, ധാരാളം സാധനങ്ങൾ വിറ്റഴിക്കാനും അതിനുമെല്ലാമുള്ള ഹബ്ബുകളാക്കാൻ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷന് വേണ്ടിയിട്ട് ഉള്ള കൊട്ടേഷനും പ്രോജക്റ്റുകളും അംഗീകരിച്ചു. ഭാരതത്തിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും ഇപ്പോൾ ഒരു വലിയ കൊമേഴ്ഷ്യൽ ഹബ്ബ് മാളുമാതിരി ഒരു മാളുകളും ഹബ്ബ് എക്കണോമിക്കൽ ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള കുറേ പേർക്ക് തൊഴിൽ കിട്ടാനുള്ള ഹബ്ബാക്കാൻ റെയിൽവേ സ്റ്റേഷനുകളെ മാറ്റാൻ തീരുമാനിച്ചു. ഏറ്റവും സന്തോഷകരമായ വസ്തുത, NSGയിൽ മെമ്പർഷിപ്പ് കിട്ടാൻ ഭാരതത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടുവെങ്കിലും 3 ദിവസം മുമ്പ് അമേരിക്കയിലെ വൈറ്റ് ഹൗസിൽ നിന്ന് ഒരു അറിയിപ്പുണ്ടായി. അമേരിക്കയിലെ ഡിഫൻസ് ഫെസിലിറ്റി അവൈലബിൾ ആവുന്നതിൽ 99% അമേരിക്കയുടെ ഡിഫൻസ് ഫെസിലിറ്റി ഇന്ത്യക്ക് ലഭിക്കുമെന്ന് ഹിന്ദു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്ക ഒരിക്കലും അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് പോലും 80% കൂടുതൽ ഫെസിലിറ്റി കൊടുത്തിട്ടില്ല. 99% അമേരിക്കൻ ഡിഫൻസ് ഫെസിലിറ്റി ഭാരതത്തിന് ലഭ്യമാക്കും. പ്രത്യേകിച്ച് ചൈനയിൽ നിന്ന് വലിയ വെല്ലുവിളി ഉള്ളത് അഭിമുഖീകരിക്കാൻ ഭാരതത്തെ എല്ലാവിധത്തിലും അമേരിക്ക സഹായിക്കുമെന്ന് അറിയിപ്പുണ്ടായിട്ടുണ്ട്. 9,000 കോടി രൂപ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ വലിയ വലിയ ഇൻഡസ്ട്രികൾ, പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രി തുടങ്ങാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ലാഭത്തിൽ 60% വർധനവ് പെട്രോ കെമിക്കൽസിൽ നിന്ന് ഇപ്രകാരം ഉണ്ടാക്കാൻ സാധിക്കും. അത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അവര് വളരെ ഭംഗിയായിട്ട് ചെയ്തു തുടങ്ങിയിരിക്കുന്നു. അടുത്ത, ഭാരതത്തിലെ ഇനിയുള്ള ഏത് ഫിനാൻഷ്യൽ എക്സ്പെൻഡിച്ചറുകൾ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് പവർഫുൾ ആയിട്ടുള്ള 3 എക്കണോമിസ്റ്റിനെ ഒരു ഗ്രൂപ്പായിട്ട് ഫിനാൻസ് മിനിസ്ട്രി ഫിക്സ് ചെയ്തു. അടുത്തത്, ബാംഗ്ലൂരിന്റെ അടുത്ത തുംകൂർ എന്ന് പറയുന്ന സ്ഥലത്ത് 500 ഏക്കറിൽ പൂർണ്ണമായിട്ടും ജപ്പാന്റെ സഹായത്തോടുകൂടി ഒരു വലിയ ടൗൺഷിപ്പ്, അത് വാണിജ്യ വ്യവസായങ്ങളും താമസിക്കാനുള്ള സൗകര്യങ്ങളും ഫ്ളാറ്റുകളും എല്ലാം ചേർന്ന് ഒരു ജാപ്പനീസ് ടൗൺഷിപ്പ് തുംകൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 13,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ടൊയോട്ട കമ്പനി
ഭാരതത്തിൽ ഒരൊറ്റ സ്ട്രെച്ചിൽ ഇറക്കുന്നത്. ടൊയോട്ട കമ്പനിയുടെ എഞ്ചിനുകൾ ഉണ്ടാക്കാനും മറ്റുമുള്ള സൗകര്യത്തിന് അവർ 13,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. MBD എന്ന ഗ്രൂപ്പ് ലോകത്തിൽ, ഇന്ത്യയിൽ ഇന്ന് വരെയും അവരുടെ ഹോട്ടലുകളൊന്നുമില്ല. 20 ഹോട്ടലുകൾ ഭാരതത്തിൽ ആരംഭിക്കാൻ 2,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് MBD ഗ്രൂപ്പ് ആരംഭിച്ചു. ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിൽ ഇനി മുതൽക്ക് യോഗ റൂം ഉണ്ടായിരിക്കും. ശരിക്ക് സൗദി അറേബ്യയും മുസ്ലിം രാജ്യങ്ങളൊക്കെ പെട്രോളിയം പ്രോഡക്റ്റിലൂടെ വളരെയധികം സാമ്പത്തികമായിട്ട് വികസിച്ചപ്പോൾ ലോകത്തിലെ പല എയർപോർട്ടുകളിലും മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാനായിട്ടുള്ള മുറികൾ ഉണ്ടാക്കിയിരുന്നു. ഭാരതം വികസിച്ചപ്പോൾ ഈ എയർപോർട്ടുകളിലെല്ലാം യോഗ നടത്താനുള്ള മുറികൾ വന്നു തുടങ്ങി. ആദ്യത്തെ യോഗ റൂം ഫ്രാങ്ക്ഫർട്ടിലാണ്. എനിക്ക് തോന്നുന്നു ഭാരതത്തിലെ എയർപോർട്ടുകളിലെല്ലാം അത് ഉടനെ തന്നെ ഉണ്ടായിരിക്കും എന്നുള്ളത്. അടുത്തത്, നമ്മുടെ റെയിൽവേ പൂർണ്ണമായിട്ടും സാമ്പത്തികമായിട്ട് സ്വയം പര്യാപ്തമാകാൻ എല്ലാവിധത്തിലുള്ള ഗുഡ്സ് അത് ക്യാരി ചെയ്യാനുള്ള പുതിയ പ്രോജക്റ്റുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ശരിക്ക് ഓട്ടീസ് ലിഫ്റ്റ് ഉണ്ടാക്കുന്ന കമ്പനി അവരുടെ ലിഫ്റ്റുകളെല്ലാം ഇന്ത്യയിൽ ഉണ്ടാക്കാനും ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യാനും ഭാവി ലോകത്തിൽ ഏറ്റവും അധികം വ്യാവസായിക സാധ്യതയുള്ള രാഷ്ട്രങ്ങളുടെ ലിസ്റ്റിൽ ഭാരതത്തെ പെടുത്താനും ഓട്ടീസ് എന്ന കമ്പനി അവര് മുമ്പോട്ട് വരികയാണ്. HMT ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ് പണ്ട് വാച്ച് മാത്രം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കമ്പനിയാണ്. അവര് ഫ്ലെക്സിബിൾ മാനുഫാക്ചറിംഗ് സിസ്റ്റം FMS എന്ന സ്കൂളുകൾക്കും കോളേജുകൾക്കും യൂണിവേഴ്സിറ്റികൾക്കും ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷണൽ ആൻഡ് ട്രാവലിംഗ് പർപ്പസിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്, എഡ്യൂക്കേഷണൽ ആൻഡ് ട്രെയിനിങ് പർപ്പസിന് ആവശ്യമായിട്ടുള്ള ഫ്ലെക്സിബിൾ മാനുഫാക്ചറിംഗ് സിസ്റ്റത്തിന്റെ പ്രോഡക്റ്റുകൾ വൻതോതിൽ മാർക്കറ്റിൽ കൊണ്ടുവന്ന HMT പുനരുജ്ജീവിപ്പിക്കാൻ തീരുമാനിച്ചു. അതേപോലെ തന്നെ നേപ്പാളിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ, ശരിക്കും നേപ്പാളിന് ചുറ്റും കടലുകൾ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ഈ കണ്ടെയ്നറുകൾ, നേപ്പാളിലുള്ള സാധനം എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, ഇമ്പോർട്ട് ചെയ്യാനും ബുദ്ധിമുട്ടാണ് അവർക്ക്. അത് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഇത്രയും കാലം കൽക്കട്ടയിലെ ഹാൽഡ, കൽക്കട്ട പോർട്ട് മാത്രമേ അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ബന്ധം വളരെയധികം സുദൃഢമാക്കാൻ, പ്രത്യേകിച്ച് ചൈനയിൽ നിന്നുള്ള അറ്റാക്ക് വരാൻ സാധ്യതയുള്ളത് കൂടുതലും നേപ്പാൾ വഴിക്കാണ്. അപ്പം നേപ്പാളിനെ കൂടുതൽ ഭാരതത്തോട് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് വിശാഖപട്ടണത്തിലെ ഒരു പാർട്ട് തന്നെ നേപ്പാളിൽ എക്സ്പോർട്ടും ഇമ്പോർട്ടിനും വേണ്ടിയിട്ട് ഭാരത ഗവൺമെന്റ് മാറ്റിവെച്ചു. ഇനി ഭാരതത്തിലെ എല്ലാ നാഷണൽ പാർക്കുകളിലും എല്ലായിടത്തും തന്നെ സ്വച്ഛ ഭാരതത്തിന്റെ ശുചിത്വ മിഷൻ അത് കമ്പൽസറി ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ധാരാളം വാർത്തകളുണ്ട്. ഇനി 100 വാർത്തകൾ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം dharmanews.in. ധർമ്മ എന്ന വാക്കിന്റെ അർത്ഥം ഡ്യൂട്ടി പ്ലസ് റെസ്പോൺസിബിലിറ്റി പ്ലസ് പ്രിവിലേജ്. ധർമ്മം എന്ന വാക്കിനകത്ത് ആത്മീയത ചേരണമെന്ന നിർബന്ധമൊന്നുമില്ല, ആത്മീയത വേണമെങ്കിൽ ചേർക്കാം. അപ്പൊ ധർമ്മ ന്യൂസ് എന്ന് പറഞ്ഞാൽ ഭാരതീയന്റെ ഡ്യൂട്ടി, ഭാരതീയന്റെ റെസ്പോൺസിബിലിറ്റി, ഭാരതീയന്റെ പ്രിവിലേജ്. ഇതാണ് dharmanews.in. dharmaradiyo.in രണ്ടും dharmanews.in-ഉം dharmaradiyo.in-ഉം നമ്മുടെ പൈതൃകത്തെക്കുറിച്ച് വായിക്കാനുള്ള ന്യൂസുകളുണ്ട്. നിങ്ങളെല്ലാവരും അത് മൊബൈൽ ഫോണിൽ ശരിക്കും ഗൂഗിൾ ക്രോമിലോ ഫയർഫോക്സിലോ അത് ഓൺ ചെയ്ത് ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ വെറുതെ dharmanews.in എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മതി. നിങ്ങൾക്കത് മിനിറ്റുകൾക്കകം, സെക്കൻഡുകൾക്കകം കിട്ടും. ഇന്റർനെറ്റ് നല്ല രീതിയിൽ ഫാസ്റ്റായിട്ടുള്ള സ്ഥലത്ത് സെക്കൻഡിനകം ധർമ്മ ന്യൂസ് കിട്ടും. വെറുതെ കൈകൊണ്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വാർത്തകൾ, എല്ലാ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തകളെല്ലാം 2, 3, 4 സ്ഥലങ്ങളിൽ നിന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഫ്ലോറിഡയിൽ നിന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ബഹ്റിനിൽ നിന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ബോംബെയിൽ നിന്ന്, എറണാകുളത്ത് നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന് ഞാനും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല നല്ല വാർത്തകൾ, നമ്മുടെ ദേശത്തിന് അഭിമാനം തോന്നുന്ന വിധത്തിലുള്ള വാർത്തകൾ ലഭിക്കാൻ
dharmanews.in www.dharmanews.in. നിങ്ങളെല്ലാവരും കൂടി അത് കണ്ടാലേ ഞങ്ങൾക്കതൊരു അഭിമാനിക്കാനും ഞങ്ങൾക്ക് കുറെ കൂടി ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാനും സാധിക്കുള്ളൂ. അല്ലാതെ നമ്മൾ കുറേ ന്യൂസ് അപ്ലോഡ് ചെയ്തിട്ട് ആരും കാണാനും വായിക്കാനും ഇല്ലെങ്കിൽ വിഷമമല്ലേ? നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിൽ സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ കിട്ടാൻ 1 സെക്കൻഡ് മതി. പിന്നെ ഒരു ചെലവും ഇല്ല. ഒരു MP പോലും ആവില്ല. 1 മണിക്കൂർ നിങ്ങൾ അതിലൂടെയുള്ള ന്യൂസ് കാണാൻ പോയാലും പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. മറ്റേത് ന്യൂസ് ചാനലിനേക്കാളും ഭംഗിയായിട്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. പ്രണാമം, നമസ്കാരം.